വെൽക്കം ടു കുക്ക് വിത്ത് മീ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മുട്ട ചമ്മന്തി ആയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ: മുട്ട, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, സവാള, മല്ലിച്ചപ്പ്. ഇനി നമുക്ക് ആദ്യം തന്നെ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമുക്കത് വേഗം പുഴുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ആകുമ്പോഴത്തേന് ഇനി നമുക്ക് അതിലേക്കുള്ള ചമ്മന്തി ആക്കിയെടുക്കാം കേട്ടോ. ഇനി ഒരു മിക്സിൻ്റെ ജാറിട്ട് അതിലേക്ക് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, സവാള, മല്ലിച്ചപ്പ്. അപ്പൊ ഇതിൽ ശരിക്കും പൊതിന ഇടണം കേട്ടോ. അപ്പൊ പൊതിന ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ മല്ലിച്ചപ്പും പൊതിനയും ഇടണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പും ഇട്ട് അരച്ചെടുക്കാം. അപ്പൊ നമ്മള് ചമ്മന്തി വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഇത് നമ്മൾ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തോല് കളഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ മുട്ട ഒക്കെ ഇവിടെ തോല് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നടു മുറിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ചമ്മന്തി ഇതുപോലെ ആക്കി നമുക്ക് അതിൻ്റെ മേലെ ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തി ഒക്കെ എല്ലാ മുട്ട പീസിലും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാട്ടോ നമുക്ക് ബാറ്റർ കിട്ടണ്ടേ. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ മുട്ട ചമ്മന്തി ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ മുട്ട ചമ്മന്തി വരെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമ്മൾ ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ കുക്കുത്തുബി. ബൈ ബൈ.